ഒരളവ് വരെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇവിടുത്തെ രാജാക്കന്മാരിൽ ചിലർ പോലും പങ്കുവഹിച്ചിട്ടുണ്ട്. ഝാൻസി റാണിയും മറ്റും ബ്രിട്ടീഷുകാരും പങ്കുവഹിച്ചതായി ചരിത്രമുണ്ട്. പക്ഷെ ഇവരെല്ലാം പങ്കുവഹിക്കുമ്പോഴും സംസ്കാര വിനിമയത്തിൽ വരുന്ന പരിണാമത്തെക്കുറിച്ച് ഇന്ത്യക്കാരും ചിന്തിച്ചതായി കാണുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ സന്യാസിമാരുണ്ടായിരുന്നു, ഗൃഹസ്ഥന്മാരുണ്ടായിരുന്നു. പൂർണ്ണാനന്ദനെ പോലുള്ള ആളുകളൊക്കെ സമരത്തിൽ പങ്കുവഹിച്ചവരാണ്. ശക്തമായി പങ്കുവഹിച്ച വേറെ സ്വാമിമാർ, അന്ന് സ്വാമിമാരല്ലാത്തവർ, കുട്ടിക്കാലത്ത് സമരത്തിൽ പങ്കുവഹിച്ചവരൊക്കെ ഇന്ന് സ്വാമിമാരായി ചിലരെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലാത്തവരുണ്ട്, വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരൊക്കെ ചിന്തിക്കാത്ത ഒന്ന് സിസ്റ്റർ നിവേദിത ചിന്തിച്ചിട്ടുണ്ട്. ലോർഡ് കഴ്സന്റെ യൂണിവേഴ്സിറ്റി ആക്ടിനെതിരായി ഇന്ത്യയിൽ ശബ്ദമുയർത്തിയ ഒരേ ഒരാൾ നിവേദിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിവേദിതയുടെ ശബ്ദം നിസ്സാരമാക്കപ്പെട്ടു എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ടു. കാരണം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ബ്രിട്ടൻ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി ആക്ടിനെ മാറ്റിയില്ല എന്ന് മാത്രമല്ല, ആ ചുവട് പിടിച്ച് തന്നെയാണ് വളർന്നത്. ഗാന്ധിയൻ ചിന്തയിൽ അധിഷ്ഠിതമായ രാമരാജ്യത്തെ പുൽകി വളർന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ആവട്ടെ, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് അനുകൂലമായി വളർന്നു വന്നു എന്ന് പറയുന്ന വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകളാവട്ടെ, ഇന്ത്യയുടെ ഭാസുരമായ ദേശീയതയെ പുൽകാൻ അന്ന് രൂപാന്തരപ്പെട്ട ജനസംഘമാവട്ടെ, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും അടിസ്ഥാനമാക്കി ഒരു നിയമനിർമ്മാണം പോലും ദേശത്തിന് പറ്റുന്ന വിധത്തിൽ ചെയ്യുവാൻ പഠനം നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. എണ്ണമറ്റ വിദ്യാഭ്യാസ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ടാവും, പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അവയൊക്കെ യൂണിവേഴ്സിറ്റി ആക്ടിനെ പിന്തുടർന്ന് വിപുലപ്പെടുത്തുവാനല്ലാതെ. പക്ഷേ ഈ പരിഷ്കാരങ്ങളെല്ലാം ഇന്ന് എത്തി നിൽക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരെ നാം എത്തി നിൽക്കുമ്പോൾ ശാന്തിനികേതനിൽ വരെ വിദ്യാർത്ഥിയെ വെടിവെക്കുന്നിടത്തെത്തിയിരിക്കുക. ശാന്തിനികേതനം എന്ന പദത്തിൻ്റെ വ്യാപ്തിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട്, എന്നിട്ടും ഇവിടുത്തെ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും ഇളകിയാടി കഴിഞ്ഞിട്ടില്ല. വേണ്ടാത്തതിനൊക്കെ ഇളകിയാടുന്നവർ, വിശ്രമമില്ലാത്തവർ, ഉറക്കമില്ലാത്തവർ,